നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്കായി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെറിയ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ചെറിയ മെത്തേഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിന് എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം നമ്മുടെ മൊബൈൽ ഫോണിന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ സ്ഥിരമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ മൊബൈൽ ഫോൺ ഹീറ്റാകുക എന്നുള്ളതാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ഹീറ്റാകും പെട്ടെന്ന്. സാധാരണ ഒരു പ്രശ്നമില്ലാത്ത മൊബൈൽ ഫോൺ പെടുന്നതിന് ഒരു ദിവസം ഹീറ്റാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അത് ഹാക്ക് ആയതുകൊണ്ടല്ല, ഹീറ്റാകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ബാറ്ററി ലീക്ക് ആയതുകൊണ്ടോ നിങ്ങളുടെ ഓവർ പെർഫോമൻസ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉണ്ടാകുന്നതുകൊണ്ടോ ഒക്കെ മൊബൈൽ ഫോൺ ഹീറ്റാകും. പക്ഷേ നിങ്ങൾ ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. രണ്ടാമത്തെ, നമ്മുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുക. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഹാക്കിങ്ങിനൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ഹാക്കിങ് നടക്കുക. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് ഉപയോഗിക്കും. നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ബാർ ഇടയ്ക്ക് ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻ ബാറിനകത്ത് നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്പോ വെബ്സൈറ്റോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ കിടക്കുന്നുണ്ട് നോക്കും. സാധാരണ നമ്മൾ നോട്ടിഫിക്കേഷൻ ബാർ വലിക്കുമ്പോൾ ഇവിടെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കാണും. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻസിൽ നമുക്ക് പരിചയമില്ലാത്ത നമ്മൾ ഉപയോഗിക്കാത്ത വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്പുകളോ അല്ലെങ്കിൽ പ്രത്യേക നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക, എങ്ങോട്ടാണ് ആ നോട്ടിഫിക്കേഷൻ പോകുന്നത് നോക്കുക. അവിടെ വെച്ച് നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏതെങ്കിലും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ സാധിക്കാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ മൊബൈൽ ഫോൺ ഹാങ് ആകുമ്പോൾ ഒക്കെ സംഭവിക്കും. പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഫോൺ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഈ ഹാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പുകളും വെബ്സൈറ്റുകളൊക്കെ കൂടുതൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആപ്പുകൾ കൃത്യമായി വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് വരാനോ സാധിക്കാതെ വരും. അപ്പോൾ അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്താണ്. സെറ്റിങ്സിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഡാറ്റ യൂസേജ് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡാറ്റ യൂസേജ് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ സെറ്റിങ്സ് ഓപ്പൺ ആയി വരും. നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടാവും ഡാറ്റ യൂസേജ് എന്നുള്ളത്. ഇവിടെ ഡാറ്റ യൂസേജ് ബൈ ആപ്പ് എന്ന് കാണും. ചില മൊബൈൽ ഫോണിൽ MI മൊബൈൽ ഫോണുകളിലൊക്കെ ഡാറ്റ യൂസേജ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡാറ്റ യൂസേജുമായി ബന്ധപ്പെട്ടുള്ള ആപ്പുകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ഇങ്ങനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് വൈഫൈ ഡാറ്റ യൂസേജ് ഉണ്ടാകും, മൊബൈൽ ഡാറ്റ യൂസേജ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഓരോ ചെക്ക് ചെയ്ത് നോക്കുക. വൈഫൈ ഡാറ്റ യൂസേജ് ചെക്ക് ചെയ്ത് നോക്കുക, മൊബൈൽ ഡാറ്റ യൂസേജ് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിവിടെ വൈഫൈ ഡാറ്റ യൂസേജ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ അതേ സ്ഥലത്ത് തന്നെ തൊട്ടടുത്ത് നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ യൂസേജ് ഉണ്ടാകും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരെ റെഡ്മി മൊബൈൽ ഫോണുകളിലേക്ക് നേരെ ആപ്പുകളിലേക്ക് എത്തും. ഇവിടെ ഓപ്പോ മൊബൈൽ ഫോണിൽ ഇവിടെ ഡാറ്റ യൂസേജ് ബൈ ആപ്പ് എന്ന് കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആപ്പുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത് YT സ്റ്റുഡിയോയിലാണ്. 24 GB ആണ് ഈ ഒരു മാസം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് വാട്സപ്പിനാണ്. പിന്നെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്കിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഓരോ കാറ്റഗറി ആയിട്ട് സ്റ്റെപ്പായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്പ് കിടപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ശേഷം ഇതിൻ്റെ ഡാറ്റ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്കുള്ള മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അപ്പോൾ ഡാറ്റ യൂസേജിൻ്റെ ഭാഗത്ത് അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അത് മൊബൈൽ ഡാറ്റ യൂസേജിൻ്റെ ഭാഗത്തും അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററി യൂസേജ് എന്നാണ്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി യൂസേജിൽ നമുക്ക് ഈ ബാറ്ററി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി യൂസേജ് ബൈ ആപ്പ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഏതൊക്കെ ആപ്പുകൾ എത്രയൊക്കെ ബാറ്ററി ഉപയോഗിച്ചു എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിച്ചത് ഇൻഷോട്ട് എന്നുള്ള വീഡിയോ എഡിറ്റിംഗ് ആപ്പിനാണ്. പിന്നെ ഉപയോഗിച്ച യൂട്യൂബിനാണ്. പിന്നെ ഉപയോഗിച്ച വാട്സപ്പിനാണ്. പിന്നെ ഫേസ്ബുക്കിനാണ്. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് ഈ കാണുന്ന ഭാഗത്ത് ഏതെങ്കിലും നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും ആപ്പുകളുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ആപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഏറ്റവും അവസാനം ഫോർ സ്റ്റോപ്പ് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ആപ്പ് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.